സ്കൈ ഗോൾഡ് നിലമ്പൂരിന്റെ 7ാം വാർഷികം നിലമ്പൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്കൈ ഗോൾഡ് 7 വർഷം കൊണ്ട് 7 സ്ഥാപനം തുടങ്ങി എന്നത് അഭിമാനാർഹം തന്നെയാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ വളർച്ച ഇടപാടുകാരുടെ പൂർണ്ണ പിന്തുണയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ഇടപാടുകാർക്ക് പിന്തുണ നൽകണമെങ്കിൽ മനസ്സ് നന്നായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല മനസ്സിനെ വളരാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ തീർച്ചയായും പിന്തുണ ഉണ്ടാവും. അപ്പം നല്ല മനസ്സോടുകൂടി സ്വർണം വെക്കുന്നിടത്ത് നല്ല മനസ്സ് കാണിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചെല്ലുന്നിടത്തൊക്കെ ബൊക്കയും ഷാളുകളൊക്കെ തന്നിട്ട് ആദരിക്കുന്നതിന് പകരം നമ്മുടെ നാടിനെ സമൃദ്ധമാക്കുന്ന കർണാനന്ദകരമാക്കുന്ന പൂച്ചെടിയും പലവൃക്ഷ തൈകളൊക്കെ ഒരു ചെറിയ തൈ കൊടുത്താൽ അത് ഭാവിയിലേക്ക് നല്ലതാണ്. നമ്മുടെ ഈ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യം പ്രകൃതിയെ ഇതേപോലെ വികൃതമാക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനാവും. വന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് ഈ നഗരസഭാ കോമ്പൗണ്ടിൽ വൃത്തിഹീനമായ ജൈവ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന മല പോലെ അതിനെ നീക്കം ചെയ്യാൻ എവിടെ ആരും അനുവദിക്കില്ലല്ലോ, സാധാരണ അത് കണ്ടുപിടിക്കുക എന്ന ശ്രമകരമായ ജോലി ഇപ്പം അത് നീക്കം ചെയ്ത് മിക്കവാറും കഴിയാറായി എന്ന സന്തോഷകരമായ ആ ജോലി ഏറ്റെടുക്കാൻ സാധിച്ചത് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ചടങ്ങിൽ സ്കൈ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി അധ്യക്ഷത വഹിച്ചു. 7 വർഷം നമ്മുടെ ചുമട്ടിലേറ്റി ഈ നിലക്ക് 7 വർഷം കൊണ്ട് സ്കൈ ഗോൾഡിന് 7 സ്ഥാപനം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലും അതുപോലെ തന്നെ വിദേശത്തുമായിട്ട് 7 സ്ഥാപനങ്ങൾ ഈ സമയകാലം കൊണ്ട് സ്കൈ ഗോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ കാരണക്കാർ ഇവിടുത്തെ കസ്റ്റമേഴ്സാണ്. നിങ്ങളോട് ആദ്യം ഞാനൊരു നന്ദി പറയുന്നു. ഈ നിലയ്ക്ക് സ്കൈ ഗോൾഡിനെ ആക്കി തീർത്ത നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടമ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചെയർപേഴ്സണിനോട് ഒരു നല്ലൊരു കാര്യം പറഞ്ഞു. തുടക്കം നമ്മുടെ നിലമ്പൂർ നഗരസഭ ആദ്യമായി ഒരു ചെയർപേഴ്സൺ, എനിക്കറിയില്ല, പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനമേറ്റ് ഫസ്റ്റ് 4 മണിക്ക് സ്ഥാനമേറ്റ് 5 മണിക്ക് പെരിന്തൽമണ്ണ നമ്മുടെ സ്കൈ ഗോൾഡിന്റെ വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ വന്നു, ചെയർപേഴ്സണും മറ്റേ വൈസ് ചെയർമാൻ കൂടി. അപ്പോൾ എനിക്ക് തോന്നിയ നല്ലൊരു കാര്യം ഇവിടെ നമ്മുടെ ചെയർപേഴ്സൺ പറഞ്ഞു. അതെന്തായാലും ഞാൻ ഇവിടെ പറയാണ്. നിങ്ങൾ ഈ ഫ്ലവർ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നാണ് നമ്മൾ പറയുന്നത്. പ്ലാസ്റ്റിക് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ പല കാര്യം കൊണ്ടും നമുക്ക് പ്ലാസ്റ്റിക് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പല പല സ്ഥലങ്ങളിലും ഡംപ് ചെയ്ത് കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല, കത്തിക്കാൻ കഴിയില്ല, കത്തിച്ച പ്രശ്നമാണ്. അപ്പോ ഈ ഫ്ലവർ കൊണ്ടുവരുന്നതിന് പകരം ഒരു തെയ്യ് നിങ്ങൾക്ക് കൊടുന്ന് ഒരു ഗിഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് തന്നുവിടാം. അപ്പൊ അതൊരു നല്ലൊരു ചോദ്യമാണ്. ഈ തെയ്യിനെ അപ്പൊ ഞാൻ മാഡത്തിനോട് തിരിച്ചു പറഞ്ഞു, 5 വർഷമാണ് ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു ചെയർപേഴ്സന്റെ കാലയളവ്. ഈ 5 വർഷം കൊണ്ട് ഈ തെയ്യ് വലുതായി കായ്ച്ച് അത് നമ്മൾ തിന്നിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാം. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു സജഷനാണ്. നമ്മൾ എന്തായാലും സ്കൈ ഗോൾഡ് ആദ്യം ഇനി ചെയ്യുന്ന ഫസ്റ്റ് കാര്യം നമ്മുടെ ചെയർപേഴ്സൺ പറഞ്ഞ ഈ കാര്യത്തോടാണ് ഞാൻ യോജിപ്പ്. ആ ഫസ്റ്റ് കാര്യം നമ്മുടെ ഇനി മുതൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തൈകൾ വിതരണം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു.
ലൈഫ് കെയർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ആയിഷ ബീവി മുഖ്യാതിഥിയായി. കൗൺസിലർ മുന്താസ് ബാബു, സ്കൈ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ റഫീഖ് പാറയിൽ, അരവിന്ദ് മാലി തുടങ്ങിയവർ സംബന്ധിച്ചു. ഷോറൂം ഹെഡ് അബ്ദുൽ ബാസിദ് സ്വാഗതവും അസിസ്റ്റന്റ് ഹെഡ് അസ്ലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Thank you.